ക്രിസ്മസ് വെക്കേഷനൊക്കെ ആണല്ലോ. അപ്പം നമ്മൾ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പല 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 ആഗ്രഹങ്ങളായിരിക്കും അല്ലേ. എപ്പോഴും നമ്മളിങ്ങനെ ചായ ഉണ്ടാക്കി കഴിക്കുമ്പോഴും വല്ലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ചായ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എത്ര പേര് ഇതേപോലെ ചായ ഉണ്ടാക്കാറുണ്ടെന്ന് പറയണേ. നമ്മൾ പഞ്ചസാര കാരമൽ ചെയ്തിട്ട് പാൽ ചായ ഉണ്ടാക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീട്ടിൽ നമ്മുടെ 10ാം ക്ലാസ്സിലെ ഫ്രണ്ട്സൊക്കെ വന്നപ്പം ഇതേപോലെ ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നാത്തൂനും നാത്തൂൻ്റെ മക്കളും ഹസ്ബൻഡും എല്ലാവരും തറവാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് അവരോട് എല്ലാവരും കൂടെ മക്കളെല്ലാവരും കൂടി ഇരുന്ന് കളിക്കുമ്പോൾ അവർ ഇങ്ങനെ വെറുതെ കുറേ നേരം ഇങ്ങനെ കളിക്കില്ല. അപ്പം നമുക്ക് ചായ കുടിക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് കാരമൽ ടീ ഉണ്ടാക്കിയിട്ടാ. ഇതാണ് കാരമൽ. ആദ്യം നമ്മൾ പഞ്ചസാര കാരമൽ ചെയ്യുന്നു, അതിലേക്ക് പാലൊഴിക്കുന്നു. പാലൊഴിക്കുമ്പോൾ കുറച്ച് കട്ട ഇങ്ങനെ ആ കാരമൽ ഒന്നിങ്ങനെ ഹാർഡായി പോവും. പക്ഷെ അതൊന്നും നമ്മൾ എന്താ പറയുക, മൈൻഡ് ആക്കണ്ട. അതങ്ങ് പാലങ്ങ് തിളച്ച് വരുമ്പോൾ ആ കാരമൽ ചെയ്തത് ഒക്കെ അങ്ങ് മെൽട്ടായി പോകും കേട്ടോ. ഇതിപ്പോൾ ഈ ടൈമിൽ തന്നെ കാണാൻ ഏകദേശം ഒരു പാൽ ചായയുടെ അതേ ലുക്ക് തന്നെയാണ്. ചായപ്പൊടി ഇട്ട് ആവശ്യത്തിനുള്ള ചായപ്പൊടി. എനിക്ക് അത്യാവശ്യം കടുപ്പും അത്യാവശ്യം മധുരമൊക്കെ ഇഷ്ടമാണ്. ഷുഗർ ഉള്ളത് കൊണ്ട് തന്നെ മധുരം ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് പാൽപ്പൊടി ഇടുന്നു, നമ്മൾ ചായ റെഡിയാക്കുന്നു. വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചായ ഉണ്ടാക്കി നോക്കുക. വെറുതെ പാൽ തിളപ്പിച്ച് പഞ്ചസാരയും ചായപ്പൊടി ഇട്ട് എന്നും കുടിക്കുന്ന ചായയിൽ നിന്നും ഒരു മാറ്റം വരുത്തിയിട്ട് കാരമൽ ചെയ്തിട്ട് നമ്മൾ ചായ ഉണ്ടാക്കുന്നു. അങ്ങനെ ചായപ്പൊടിയൊക്കെ ഇട്ട് പാലൊക്കെ സെറ്റായി ഇതാ റെഡിയായിട്ട് നമ്മളെ കോലായിൽ ഇവരെല്ലാവരും കൂടെ ഇരുന്നിട്ട് പോലീസും കള്ളനും കളിക്കുന്നുണ്ടായിരുന്നു. ആ സ്ഥലത്തൊക്കെ അപ്പോൾ നമ്മളിതാ മിച്ചറും കേക്കൊക്കെ ഇട്ട് കൊണ്ടുപോകുന്നു. നമ്മൾ കടലാസിൽ പൊതിഞ്ഞ കേക്ക് ഉണ്ടല്ലോ, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നറിയില്ല, ഇവിടെ കേക്ക് എന്നാണ് പറയുന്നത്. അതൊക്കെ കഴിച്ചതാ എല്ലാവരും കൂടെ ഇരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. ക്രിസ്മസ് വെക്കേഷനിൽ അവരൊക്കെ പാടിങ്ങോട്ട് വന്നതായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് വല്ലപ്പോഴൊക്കെ നമ്മൾ ആഘോഷിക്കാറുള്ളത്. പിന്നെ വീട്ടിൽ പോയ വിശേഷങ്ങളും കല്യാണത്തിന് പോയ വിശേഷങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ കാണാത്തവർ യൂട്യൂബിൽ പോകണം. അതേപോലെ അതിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ എനിക്ക് ഒരുപാട് വാച്ച് അവർ കിട്ടാനുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കണ്ട് വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ആക്കി തരണം. അങ്ങനെ നമ്മൾ കാരമൽ ടീയും മിച്ചറും പിന്നെ ബിസ്ക്കറ്റും കേക്കും ഒക്കെ കഴിച്ച് ഈ ദിവസം അങ്ങോട്ട് പോയി കിട്ടി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും.